വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സ്വാഗതം പറയുമ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. രാവിലെ എണിച്ചിട്ട് എല്ലാവരും ഓരോ പണികളിലേക്ക് പോയി. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് കുളിക്കാം എന്ന് തോന്നിയിരിക്കും. അപ്പോൾ ഞാൻ കാലങ്ങൾക്ക് ശേഷം നിന്ന് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തലയിൽ പറ്റി. ഞാൻ വെളിച്ചെണ്ണ പറ്റാത്ത ആളാണ് കേട്ടോ. അന്ന് തലയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പറ്റി നമ്മൾ കാഴ്ച തന്നെ കേട്ടോ. അതൊക്കെ പറ്റി ഞാൻ കുറേ വർഷങ്ങളെ എൻ്റെ തോന്നുന്നു അല്ലേ എണ്ണയൊക്കെ പറ്റിയിട്ട് ഞാൻ എണ്ണ തലയിൽ വല്ല വയ്യേ വേദനാണ് നല്ലത് എണ്ണ തേച്ചു. അങ്ങനെ തേച്ച് മുടിയൊക്കെ ചിക്ക് വരച്ച്. അപ്പോൾ നമ്മൾ മുടി വെച്ചതിന് ശേഷം നമ്മുടെ ഹെയറിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ഹെയറിലും ചെയ്യാം കേട്ടോ. അങ്ങനെ മുടിയൊക്കെ ചിക്ക് വരത്തി എണ്ണയൊക്കെ തേച്ച് ഇനി കുളിക്കാനുള്ള അടുത്ത പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങൾ ചൂടെണ്ണ വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം ചൂടൊക്കെ ആയി വെള്ളം എടുക്കാൻ പോയിട്ട് വെള്ളം എടുത്തിട്ട് വന്ന് ചൂടുവെള്ളം. അപ്പോൾ ഇവിടെ എനിക്ക് മാത്രമല്ല കേട്ടോ ചൂടുവെള്ളം, ഒരു ബക്കറ്റ് ചൂടുവെള്ളം നിറച്ചൊരു പകുതി മുക്കാൽ ഉണ്ടാവും. കുണിക്കിന് കുറേ നേരമായിട്ട് ഞാൻ വിളിക്കുന്നു കുണിക്കുക, എനിക്ക് കുളിക്കാൻ വായോ എന്നിട്ട് എന്താ വെച്ചാൽ രണ്ടാൾക്കും പനിയും കാപ്പക്കെട്ടൊക്കെയാണ്. അപ്പോൾ രണ്ടാളെയും മേലെ കുളിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കുളിക്കുമ്പോഴാണ് ഇവർ കുളിക്കുക. അത് എൻ്റെ കുളി കഴിഞ്ഞാൽ പിന്നെ ഇവരെ കുളിപ്പിക്കാൻ ആരുമില്ല. അതാണ് സത്യം. എന്താ വെച്ചാൽ വേറെ ആരുമില്ല. എന്നും വരെ കുണിക്കിനും കാർത്തൂനും ഞാനാണ് കേട്ടോ കുളിപ്പിക്കുക. അവർ കുളിപ്പിക്കേണ്ട പണി എൻ്റെയാണ്. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കുളിപ്പിക്കാൻ എൻ്റെ ഡ്രസ്സൊക്കെ നനയുമല്ലോ. അപ്പോൾ ഞാൻ കുളിപ്പിക്കുമ്പോൾ ഇവരെ കുളിപ്പിക്കട്ടെ. അങ്ങനെ കുണിക്കലും നല്ല ഉറക്കാട്ടെ. ഞാൻ കുണിക്കിനെ വിളിച്ച് ഏൽപ്പിക്കാനുള്ള പരമാവധി കുറേയൊക്കെ വിളിച്ച് നോക്കി എനിക്കിനില്ല. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി എടുത്ത് പൊക്കി വെക്കിയ രക്ഷയുള്ളൂ. അങ്ങനെ ഞാൻ കുണിക്കിനെ എടുത്ത് ഒരു കൈ കൊണ്ട് പൊക്കി അവളെ സെറ്റാക്കി ഇരുത്തട്ടാ. ആ നേരം കൊണ്ട് ആരോ എന്തോ വിളിച്ചപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയതാണ്. അങ്ങനെ വീണ്ടും വന്ന് നമ്മൾ കുണിക്കിനെ ഏൽപ്പിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അത് കുണിക്കിനെ വിളിച്ച് ഏൽപ്പിക്കുകയാണ്. കുണിക്കിക്ക് ഭയങ്കര മടിയാട്ട. എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിച്ചാണ്. എന്നാലും കുണിക്കൻ പിന്നെ എണ്ണി പറക്കും. കുണിക്കാൻ എണ്ണി പറക്കൊന്നുമില്ല കേട്ടോ. കുണിക്ക് ആ ഒരു കാര്യത്തിൽ നല്ല കുട്ടിയാണ് കണ്ട. എനിക്ക് കുളിക്കേണ്ട സത്യത്തിൽ നല്ല ഉറക്കത്തിനാട്ടോ അവളെ ഞാൻ പിടിച്ച് ഏൽപ്പിച്ച്. പക്ഷെ അവൾ ചിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ രാവിലെ കുളിക്കേണ്ടേ. പിന്നെ കാർത്തൂനെ കണ്ടിട്ടാ എന്താണെന്നല്ല ഭയങ്കര ചെറിയൊക്കെയാണ് ആവശ്യമായിട്ട് രാവിലെ തന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ കുണുക്കനെ ഉറക്കത്തിൽ വിളിച്ച് കുളിക്കാണ്ടായിരുന്നു എണ്ണി പറക്കട്ടെ. ദേഷ്യപ്പെടും. എണ്ണി പറക്കും തുടർന്നതൊക്കെ ദേഷ്യമാണ്. പക്ഷേ കുണിക്കിക്ക് അങ്ങനെയല്ല കേട്ടോ. കുണിക്കിക്ക് ആ കാർത്തൂനെയാണ് കളിപ്പിക്കുന്നത്. ചിരിച്ചതിന് കാർത്തൂനെ മുഖത്തേക്കിട്ട് ഞാൻ എന്താണ് ആവുമെന്ന് വെച്ചിട്ട്. അപ്പം ആ നേരം കൊണ്ട് വീണ്ടും കുണിക്ക് ഉറക്കം മതിയാണ് കുണിക്കുന്നത്. അപ്പം നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ കാർത്തുമ്മേനെ കുളിപ്പിക്കാമെന്ന് വെച്ചിട്ട് കാർത്തുമ്മേനെ കൊണ്ടുപോട്ടെ. ഞാൻ ആദ്യം പോണത് അപ്പം ഞാൻ കുഞ്ഞിന് താറ്റ കൊടുത്ത് നമ്മൾ താറ്റ കുളിച്ചാൻ പോകാമെന്നൊക്കെ കേട്ടോ. പിന്നെ പൊന്നു ഷെബി അപ്പുറത്തെ ബാത്റൂമിൽ കുളിക്കാൻ വരും. അപ്പോൾ കാർത്തൂനെ കുളിപ്പിക്കാൻ ഞങ്ങൾ ഓടുന്നോട്ടെ. അങ്ങനെ നമ്മുടെ കാർത്തൂൻ്റെ എണ്ണയൊക്കെ തേച്ച് കാർത്തൂനും തല നനപ്പിച്ചില്ല കേട്ടോ. എന്താ വെച്ചാൽ കാർത്തൂനും ഈ ചെറിയ കഫക്കെട്ടും ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പനിയൊക്കെ എന്താണ് മാറിയുള്ളൂ. ഇവർക്ക് മൂന്നാൾക്കും പനിയും കഫക്കെട്ട് തന്നെയായിരുന്നു. കുറേ ഒരു 1-2 ആഴ്ചയായിട്ട് ഇത് തന്നെയായിരുന്നു കേട്ടോ അവരൊക്കെ അസുഖം മൂന്നാൾക്കും. അപ്പോൾ തല വെറുതെ നനഞ്ഞ് തോർത്തുകൊണ്ട് തുടയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ മേലൊക്കെ കുളിപ്പിച്ച് വന്നു. ഇവിടെ കാത്തുമ്പോൾ കണ്ട നമ്മുടെ കാത്തുമ്പോൾ ശുന്തിരി കുട്ടി കണ്ട. ഞാൻ കുളിക്കാൻ ബാത്റൂമിൽ കയറുമ്പോഴേക്കും ഇവിടെ കൈ കാണിക്കാൻ തുടങ്ങും കേട്ടോ. അവൾക്കറിയാം അവളെ കുളിപ്പിക്കുന്ന ആൾ ഞാനാണെന്ന്. അങ്ങനെ കുണിക്ക് കുളിക്കാൻ വയ്യാകുമ്പോൾ കുണിക്കുന്ന ഡ്രസ്സൊക്കെ ഊരിയിട്ടിട്ട് കുളിക്കാൻ വന്നു കേട്ടോ. പിന്നെ കുണിക്കിൻ്റെ മേലെ ഞാൻ കുളിപ്പിച്ചിട്ട് തല കുളിപ്പിച്ചില്ല. മേലൊക്കെ കുളിച്ച് സുന്ദരിയായിട്ട് വരും കേട്ടോ. ഇവന് കുണുക്കം വന്നു. കുണുക്കിനും കുളിപ്പിച്ചു. എൻ്റെയും കുളി കഴിഞ്ഞ് വന്നു. ക്രീമൊക്കെ മുഖത്ത് പുരട്ടി കുങ്കുമൊക്കെ തൊട്ട് ഇനി അടുത്ത പരിപാടി നമ്മളെന്താ അടുക്കളയിലേക്ക് കയറുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത ഡ്യൂട്ടി. അപ്പോൾ മഞ്ഞക്കൂരൊക്കെ തൊടണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പണിയുടെ തിരക്കിൽ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് വരും കേട്ടോ. അടുക്കളയിലേക്ക് വരുമ്പോൾ അടുക്കള ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് ദേഷ്യം. നിറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ദേഷ്യം. എനിക്ക് എന്താ വെച്ചാൽ നമ്മൾ ചൂടുവെള്ളം വെച്ച് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യും കഴിഞ്ഞാൽ പിന്നെ ആ പാത്രം പുറത്ത് കുഞ്ഞുമർത്തി ഗ്യാസ് കുറ്റി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ കൊണ്ട് വയ്ക്കില്ല. അതാണ് ഇവിടുത്തെ എൻ്റെ ഏറ്റവും വലിയ എന്താ വെച്ചാൽ ഞാൻ ചൂടുവെള്ളം കൊണ്ടുപോയിട്ട് ബാക്കി പൊന്നിന് കുളിക്കാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ കൊണ്ടുവച്ചിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുവച്ചു. എനിക്ക് അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ വാരി വെച്ച് ചേർക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ വന്ന് വരുമ്പോഴേക്കും അഞ്ഞേട്ടൻ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അഞ്ഞേട്ടല്ല പയർ വേവിച്ച് വെച്ച് പയർ രാവിലെ ഞാൻ എണിച്ചിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അന്നേട്ടം അത് വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു കട്ടി ദോശ ഉണ്ടാക്കാം. എന്താ വെച്ചാൽ കനം കുറഞ്ഞ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കി വെച്ച് കഴിക്കണം. അല്ലെങ്കിൽ അത് ഇരുന്ന് ഇതായി പോകും. അപ്പോൾ ഞാൻ കട്ടി ദോശ ഉണ്ടാക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഇന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് കട്ടി ദോശയും. അപ്പോൾ എന്ത് കറി ഉണ്ടാക്കുമെന്ന് ഞാൻ എന്നോട് സംസാരിച്ചു. സാമ്പാർ വേണ്ട ചട്നി എന്നിട്ട് അപ്പം ഞാൻ തക്കാളിക്കറി ഉണ്ടാക്കാം. അതാകുമ്പോൾ കുണിക്കൊക്കെ ഇഷ്ടമല്ലേതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ദോശ തട്ട് കുറേ വർഷമായി പഴക്കട്ടോ. അപ്പോൾ പഴുതായി തുടങ്ങി. അപ്പോൾ ദോശ വില കുറച്ച്
കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്നാലും അങ്ങനെ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ സബോള മുറിച്ചിട്ട് നല്ലോണം ഉരച്ച് കൊടുക്കുക കേട്ടോ. ഓരോ ദോശ ഉണ്ടാക്കുമ്പോൾ അതിന് ഉരച്ച് ഒരു 3-4 ദോശ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ ദോശ ഇട്ട് സെറ്റ് ആവട്ടെ. ദോശ നല്ല പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. കണ്ട ഇപ്പോൾ തന്നെ ഒന്ന് നോക്കി സെറ്റായി. ഒരു ദോശയൊക്കെ ഇടുമ്പോഴേക്ക് തന്നെ ഒരു ദോശ ശരിയായില്ല, പിന്നെ ഉരച്ചു, പിന്നത്തെ ദോശ തന്നെ 2ാമത്തെ ദോശ തന്നെ ഇട്ടു. പിന്നെ ഇതെങ്ങനെ 2-3 പ്രാവശ്യം ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ദോശ തട്ടുന്നത് ദോശ സിമ്പിളായിട്ട് വിട്ട് തരും കേട്ടോ. അപ്പോഴേക്കും പൊന്നിനോട് ഞാൻ പറഞ്ഞു കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയാൽ പറഞ്ഞിട്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ട്. അപ്പോഴേക്കും പിന്നെ ഞാനെന്നെ പറഞ്ഞു ഇനി ചായ കൂടി കഴിഞ്ഞിട്ട് ഉപ്പേരിക്ക് കാച്ചാം, എന്താ വെച്ചാൽ അല്ലെങ്കിൽ നേരം വഴുകുമെന്നാണ്. അങ്ങനെ പൊന്നിനോട് പൊന്നു ചുവന്നുള്ളിയും വെളുത്തുള്ളി എന്താക്കുന്നു. അതിനായിട്ട് അപ്പുറത്ത് തക്കാളിക്കറിക്കുള്ള തക്കാളിയും സബോളയും ഒക്കെ അരിഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഹെൽപ്പറാണ് കേട്ടോ ഇവർ രണ്ടാളും. ഇപ്പോൾ പൊന്നും ഏകദേശം ഇപ്പോൾ കാലത്ത് കുറച്ച് അതിൻ്റെ ശേഷം പൊന്നും അടുക്കളയിൽ കയറാനൊക്കെ പഠിച്ചു. ആദ്യമൊക്കെ ഉണ്ണി ചെറുതായപ്പോഴാണ് അടുക്കളയിൽ കയറിയിരുന്നില്ല കേട്ടോ. പണ്ട് എൻ്റെ ഹെൽപ്പറായിട്ട് നിന്നായിരുന്ന ആളായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ഹെൽപ്പർ പണിക്കൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ഹെൽപ്പറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണിയോട് കഴിയും കേട്ടോ. അങ്ങനെ ദോശ ഞാൻ അപ്പുറത്ത് ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മൾ തക്കാളി കറിക്കുള്ള ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും തക്കാളി കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചട്ടീന്ന് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ചട്ടി ഏകദേശമൊക്കെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയതൊന്നും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് കുറേ വർഷം മുന്നേ ചേച്ചിയുടെ ഹോട്ടലിൽ ചേച്ചീനെ ചട്ടിച്ചോറ് കൊടുത്തിരുന്നു അവിടുന്ന്. അപ്പോൾ അവിടെ നിന്ന് 3 ചട്ടി തന്നിട്ടുണ്ട്. പക്ഷേ 2 ഇതുപോലെ തന്നെ അടുപ്പത്ത് നിന്നിട്ട് തന്നെ പൊട്ടി ഇറക്കിയിട്ട് ഒരു ചട്ടി, പിന്നെ ഒരു ചട്ടി ഇങ്ങനെയോ പൊട്ടി. ഇത് ലാസ്റ്റ് ഇതല്ലോട്ടെ. ഇനി 2 ചട്ടി മേടിച്ച് മയക്കി വെക്കണം. എന്താ വെച്ചാൽ ചട്ടിക്ക് മീൻകറി ഇതൊക്കെ ചട്ടിയിൽ വെക്കുമ്പോൾ ഏറ്റവും ഇഷ്ടം കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പൊന്നിരിയുടെ ചോറ് വെച്ചിരുന്നു കേട്ടോ. കാരണം പെട്ടെന്ന് ഞാൻ കുളിക്കാൻ പോകുമ്പോൾ തിളപ്പിച്ചിറക്കി വെച്ചു. കുളി കഴിഞ്ഞ് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ കുഞ്ഞിപ്പോൾ ചോറ് ചീറ്റ നിർത്തി പൊന്നിരി കഴിക്കാനും ഇത് പൊന്നൂൻ്റെ അവിടെ നിന്ന് പറഞ്ഞാൽ കുറച്ച് അരിയുണ്ട്, അത് തീരട്ടെ വെച്ചിട്ട് അതുകൊണ്ട് വെച്ച് തീർക്കുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. പിന്നെ നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയിൽ കട്ടൻ ചായ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വേണ്ടി മധുരമില്ലാത്ത ചായയാണ്. അപ്പോൾ അതിൻ്റെ വേണ്ടി മധുര ചായ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ ചായയിൽ കുറച്ച് പഞ്ചസാര ഇട്ട് വിട്ടു. പിന്നെ ഒരു കപ്പിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ആറ്റി. പിന്നെ പിള്ളേർക്ക് നല്ല മധുരം വേണം. അപ്പോൾ ബാക്കിയുള്ളവർ നല്ല മധുരമൊക്കെ ഇട്ടത് ആറ്റി അത് കൊണ്ടുവച്ചു. ദോശ കൊണ്ടുവച്ചു, കറി കൊണ്ടുവച്ചു, പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചു. പിന്നെ പാല്. ഞാനിപ്പോൾ ഒരുപാട് ഗുളികകൾ കഴിക്കണം. എനിക്ക് ഭയങ്കര ചൂടും കാര്യം, പിന്നെ എന്തൊക്കെയോ വിറ്റാമിൻ ഡിയും സിയും ഒക്കെ എല്ലാം കുറവൊന്നും ഇല്ല ദേഹത്ത്. ഈ കാണുന്ന തടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്ലഡും കാര്യങ്ങളൊക്കെ കുറവായി, കാരണം ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദോശ നമ്മുടെ അനുവേട്ടനാട്ടോ. അനുവേട്ടൻ്റെ ദോശയൊക്കെ പാസത്തിൽ ഇട്ട് കൊടുത്തു, കറിയൊക്കെ ഒഴിച്ചു. അനുവേട്ടനോട് ദോശ കൊടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ ആദ്യം ഫസ്റ്റ് എനിക്ക് എന്ത് ഭക്ഷണം ഉണ്ടെങ്കിലും അത് ആദ്യം അനുവേട്ടന് കൊടുക്കണം കേട്ടോ. എന്നാലും എനിക്കതൊരു സമാധാനമാവുള്ളൂ. അത് കഴിഞ്ഞ് പക്ഷേ ഇപ്പോൾ നമ്മുടെ കാർത്തുമ്മ കേട്ടോ ഫസ്റ്റ് കഴിക്കണത്. എന്താ വെച്ചാൽ അവൾക്ക് ഞാൻ ദോശ ചുട്ട വേഷം പൊന്നിനോട് നെയ്യ് കുറച്ച് കൂടുതലൊക്കെ ഇട്ട് ചുട്ടിട്ട് ഞാൻ പൊന്നിനോട് പറഞ്ഞു കാർത്തൂന് തരി പഞ്ചസാര കൂട്ടിയിട്ട് എങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ കാർത്തുപ്പോൾ തീരെ ഫുഡ് കഴിക്കുന്നില്ല കേട്ടോ. അവൾക്ക് മധുരം ഒട്ടും ഇഷ്ടമില്ല. എന്തെങ്കിലും കഴിക്കണ്ട വെച്ചിട്ട്. അപ്പോൾ ആദ്യം കാർത്തുമ്മ കഴിച്ചത്, അത് പഞ്ഞിട്ട് പിന്നെ കുണുക്കിന് കൊടുത്തു. പിന്നെ ഞാൻ പിള്ളേരൊക്കെ അപ്പുറത്തിരുന്ന് കഴിക്കണ്ട കേട്ടോ. അങ്ങനെ ഞങ്ങളത് ആസ്വദിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഞാൻ പകുതി ദോശ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ചപ്പാത്തി 2 ഇരുന്നിരുന്നു. പിന്നെ ഞാൻ അതാ കഴിച്ചെന്ന് വെച്ചാൽ ദോശ തികഞ്ഞില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ പിള്ളേർ കഴിച്ചോട്ടെ വെച്ചിട്ട് ഞാൻ പകുതി വെച്ചിട്ട് അത് ആ പ്ലേറ്റ് പൊന്നിന് കൊടുത്തു. പൊന്നു പറഞ്ഞു അമ്മ കഴിച്ചാൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഇന്നലത്തെ ദോശ ചപ്പാത്തി ഉണ്ടായിരുന്നു ബാക്കി വന്ന് രാത്രിയിലത്തെ. അപ്പോൾ അത് കഴിക്കട്ടെ, ഞാൻ പൊന്നിനോട് അതാ കഴിച്ചു എന്ന് പറയുന്നിട്ടാ. അങ്ങനെ ദോശയൊക്കെ കഴിച്ചു വന്നപ്പോൾ ദൈവമേ ഒരു അടിക്കുള്ള തിരി വളർത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനേട്ടാ അടിയുടെ തിരി വളർത്തുന്ന ആളാരാന്ന് അറിയില്ല, നമ്മുടെ ആശാൻ. ഇവിടെ ആശാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പിണക്ക് കൂടുതലാണ്. അപ്പോൾ ഞാൻ മരുന്ന് കഴിക്കാതിരിക്കട്ടെ. ഈ ബാഗിലുള്ളത് മൊത്തം എൻ്റെ മരുന്നും ആ കറുപ്പ് പാത്രത്തിലുള്ളത് കുണുക്കിനും മരുന്നാട്ടാ. അപ്പോൾ ഇപ്പോൾ അനുവേട്ടന് മരുന്നുണ്ട്, എനിക്കും മരുന്നുണ്ട്, കുണുക്കനും മരുന്നുണ്ട്, കുണുക്കിക്കും മരുന്നുണ്ട്, കാർത്തൂനും മരുന്നുണ്ട്. ഇപ്പം എല്ലാവരും മരുന്നുണ്ട് അല്ലേ. ഈ ചിങ്ങമാസത്തിൽ എന്താ നമ്മൾ എന്തുണ്ടായി ഇങ്ങനെ മരുന്ന് ഇത്ര രാശിയിൽ കയറാൻ? വഴിയിൽ പോകണ മരുന്നൊക്കെ എനിക്കുണ്ട്. അങ്ങനെ ഗുളിക എണ്ണി പറക്കി രാവിലത്തെ രാത്രിത്തെ ഉച്ചത്തൊക്കെ നോക്കി പറക്കി കൂട്ടി മാറ്റി കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ പുതിയ കുറച്ച് ഗുളികകളും കാര്യങ്ങളൊക്കെ വേറെ ഉള്ള കാരണം. അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് കണ്ട ഞാൻ വേഗം എടുത്ത് എനിക്കറിയാം. 8-9 മാസമായിട്ട് ഞാൻ സ്ഥിരം കഴിക്കണം. അപ്പോൾ ഗുളികയൊക്കെ നേരത്തെ കഴിക്കേണ്ടതെന്നൊക്കെ അറിയാം. അപ്പോൾ ഇപ്രാവശ്യം ഗുളിക കുറച്ച് അങ്ങോട്ടുണ്ട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഗുളികയുടെ ഡോസ് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം സ്റ്റീറോയിഡ് ഇന്ന് 5 നാളെ 2.5 കഴിക്കണം. അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നാലും അത് പിന്നെ ആഴ്ചയിൽ ഡോസുള്ള ഗുളിക കഴിക്കുന്ന ദിവസമുണ്ട്. അത് ഇന്നായിരുന്നു കേട്ടോ. അത് ആദ്യം എടുക്കുമ്പോൾ കവറുമ്പോൾ അറിയാം റെഡ് കളർ ഒട്ടിച്ചിരുന്നത്.
അപ്പോൾ അത് രാവിലെ ഒരു ഗുളിയുണ്ട്, രാത്രി ഒരു ഗുളിയുണ്ട് കേട്ടോ ഡോസുള്ളത്. പക്ഷേ അത് സെപ്പറേറ്റ് ഡോസ് വ്യത്യാസമുള്ള ഗുളി ആയതുകൊണ്ട് രണ്ടും 2 കവറിലാണ് കേട്ടോ. ഡോസ് 1 3 അങ്ങനെ എന്തൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ കുണുക്കന് മരുന്ന് കൊടുക്കാണ്. ഇവർക്ക് മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പണി. കുണുക്കിക്ക് മരുന്ന് കൊടുക്കാൻ. പക്ഷേ ഈ ആൻറ്റിബയോട്ടിക് കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ വന്ന കേട് മാറില്ല. ഇപ്പോൾ എത്ര ദിവസമായി നേരർക്ക് കഫക്കെട്ടും ചുമയും ശ്വാസമുട്ടൊക്കെ പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കണില്ല തീരെ. 2 അടുപ്പൊക്കെ വന്ന് ഒരാഴ്ചയൊക്കെ ഫുഡ് കഴിക്കാനായിട്ട്. കുണുക്ക ഒരാഴ്ച കുണുക്ക ഉറങ്ങാനിട്ടാ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇവരാരും ഭക്ഷണം കഴിക്കുന്നില്ല. ഇപ്പോൾ വല്ലാത്തൊരവസ്ഥ. കുണിക്കിക്ക് ഇപ്പം ഇഷ്ടണ്ട്. എന്താ വേണ്ട കുണിക്കിക്ക്? അറിയില്ല. അരിയൊക്കെ ഉണ്ട്. അരി ചോറ് വെച്ച് വെച്ചിട്ടുണ്ട് അമ്മ. അങ്ങനെ അടുത്തത് നമ്മുടെ കുണിക്കുമ്പോൾക്ക് മരുന്ന് കൊടുക്കുക എന്നുള്ള ദൗത്യമാണ്. അപ്പോൾ ഒരാളുടെ മരുന്ന് കഴിക്കല് പോയി, അതിന് പോയി. അങ്ങനെ പിന്നെ കുണിക്കുമ്പോൾക്കുള്ള മരുന്ന്. അപ്പോൾ ഈ രണ്ടാളിനും ഒരു സ്ഥലത്ത് ഒരു ഡോക്ടറിനെ കാണിക്കാനാണ്. എന്താ ചെയ്യിച്ചില്ല, ഡോക്ടർ 2 കൂടിയുടെ ഒരു മരുന്ന് തന്നെ തരിക കേട്ടോ. ഇവർക്ക് ഡോസ് വ്യത്യാസമുണ്ടോ. ഒരാൾക്ക് 7 മില്ലിയാണ്, ഒരാൾക്ക് 3.5 അങ്ങനെ തരിക കേട്ടോ കുണിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന അതിൻ്റെ എല്ലാം ഞാൻ എന്നായിട്ട് നല്ലൊരു പൊരിഞ്ഞ അടിയൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് നേരം കിടന്നു, പിണങ്ങിയിട്ട് കിടന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ കറി വെക്കാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് അന്വേഷിച്ച് മനസ്സിലായി. പിണങ്ങി ഞാൻ കിടന്ന ഇന്ന് എനിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ബുദ്ധിപൂർവ്വം അതിനായിട്ട് അപ്പം എന്നെ വന്നിട്ട് പിണക്കം മാറ്റി. പിന്നെ ഞാൻ സെറ്റായി കുറച്ച് നേരം കെട്ടിപ്പിടിച്ചൊക്കെ കിടന്നിട്ട് ഞങ്ങൾ പരിപ്പ് കഴുകി കറി വയ്ക്കാൻ. അതിനായിട്ട് കുമ്പളങ്ങി വെള്ളരിക്ക് മാങ്ങയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ വെക്കാനുള്ള യാതൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ മീൻ കറി ഉണ്ട്, അതുകൂട്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കട്ടെ ഞാൻ കരുതി. ഞാൻ പിണങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കള ഹർത്താലാട്ടോ. അതിനേട്ടനോട് തല്ലുണ്ടാക്കിയപ്പോൾ എനിക്ക് ഒരു പണി എടുക്കാനോ ഒന്നിനും തോന്നില്ല. അത് അതിനേട്ടനെ അറിയാം. ആ കാരണമാണ് അതിനേട്ടൻ ഒന്ന് പിണക്കം മാറ്റിയത്. അതും എനിക്കറിയാം. മനസ്സോടെയാണ് പിണക്ക് മാറ്റിയത്. അതിനേട്ടാ അല്ല സത്യം പറയണം. അയ്യോ എൻ്റെ പൊന്നോ, 26 വർഷമാണത് ആദ്യമായിട്ട് കേട്ടിട്ട് ഒരു ഡയലോഗ് കേട്ടോ പുരാരപ്പ. അതൊന്നും അല്ല കേട്ടോ, നിങ്ങൾ വിശ്വസിക്കല്ലേ. എനിക്കറിയണോടത്തോളം ഈ ലോകത്ത് വേറെ ആരും കല്യാണം അറിയില്ല. സത്യം പറഞ്ഞോ. അതുകൊണ്ടാണ് ഉള്ളത് പറഞ്ഞോ, നോണ പറയണ്ട. അല്ല കേട്ടാ, ഞാൻ പണിയെടുക്കില്ലെന്നാ ഞാൻ അറിയണോണ്ട് ചേട്ടാ വന്നു. എന്തോ കാര്യം ഉണ്ടായിപ്പോ കല്യാണം കഴിഞ്ഞ അന്ന് മുതലുള്ള കാര്യങ്ങൾ അത് ഞാനായിട്ട് ബാത്റൂമിലേക്കുമ്പോ കുണിക്കാൻ എന്തോ കുരുത്തക്കേട് ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മടുത്ത്, എനിക്ക് ജീവിച്ച് മടുത്ത്. 25 വർഷം ഞാൻ പോയിക്കുന്നത് നശിച്ച ജീവിതത്തിൽ ഞാൻ എങ്ങോട്ടേലും ഇറങ്ങി പഠിക്കണേ. എന്നെ രക്ഷപ്പെടുത്ത ഈ മനുഷ്യ സമ്മതിക്കില്ല. കുറെ വർഷങ്ങളായി എൻ്റെ ഇതിനുള്ളിൽ പൂട്ടിട്ട് വളർത്തുക. രക്ഷപ്പെടാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അന്നേരം 1,100,000 ടെൻഷനിലാണ് ഈ ഫുഡ് പറയാം. അപ്പോൾ അമ്മ എടുത്തുതരാം. അങ്ങനെ നമ്മുടെ ഈ തല്ലൂട്ടും പിണക്കൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇണക്കും പിണക്കൊക്കെ മാറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ. പിണങ്ങി കഴിഞ്ഞ പിന്നെ അടുക്കള ഹർത്താല. ഇവിടെ എല്ലാവരും പട്ടിണി എടുക്കുന്നത് സത്യം. ഞാൻ അടുക്കള കയറില്ല, ജമ്മണി കിടക്കില്ല. അതിൻ്റെ സ്വഭാവം നല്ല സ്വഭാവമാട്ടോ. എനിക്കറിയാം അത്. ഇവിടെ കുഞ്ഞിനും എല്ലാവർക്കും അറിയാം. അച്ഛൻ എന്നോട് പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടന്നുറങ്ങും. എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങും. എനിക്കെന്താ വെച്ചാൽ ഉണർന്ന് എനിക്ക് വിഷമം കൂടും. എന്നിട്ട് വേണമെങ്കിൽ അപ്പോൾ ഓരോച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ നമുക്കൊന്നും ആലോചിക്കണ്ടല്ലോ. അങ്ങനെ തല്ലൊട്ടും പിണക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ പരിപ്പൊക്കെ വെന്തു. അതിലേക്ക് ഇതേ മാങ്ങയും വെള്ളരിക്കും. ആ മഞ്ഞ കളറിലത് മാങ്ങ കേട്ടോ. കുറച്ച് ചെനച്ചുണ്ടെങ്കിൽ പക്ഷെ ഭയങ്കര പുളിയാട്ടോ, പൊട്ടോറ പുളിയാണ് മാങ്ങ. അങ്ങനെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1.5 ടീസ്പൂണോടത്തോളം മുളകും പൊടി ഇട്ട് കൊടുത്തു. 1.5 ടീസ്പൂണോടത്തോളം ഉപ്പ് ഇട്ട് കൊടുത്തു. അങ്ങനെ അതൊക്കെ നന്നായി ഇളക്കി കൂട്ടി അടുപ്പത്തേക്ക് കയറ്റിയിട്ടാണ്. ഇനി ഇതിലേക്കുള്ള ഇത് വെന്തിരിപ്പിക്കും നമുക്ക് അരപ്പുണ്ടാക്കാം. അപ്പോഴേക്കും അതിനായിട്ട് നാളികേരമൊക്കെ ചെരുകയായിരുന്നു. 3-4 ചുവന്നുള്ളിയൊക്കെ നന്നാക്കി അതിട്ടു. ഇനി ഇതിൻ്റെ പകുതി നാളികേരാട്ടോ. പകുതി നാളികേരെടുത്തു. ആ ചുവന്നുള്ളും കൂടി ഇട്ടിട്ട് അരച്ച് കൊടുത്തിട്ട് അരപ്പ്. അപ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ ഏകദേശം മാങ്ങയും കുമ്പളങ്ങയൊക്കെ വെന്തു. അപ്പോൾ ആ അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തുട്ടാണ്. അപ്പോൾ കറി കുറച്ച് കട്ടികളാണ്. കുറച്ചും കൂടി വെള്ളമൊക്കെ മിക്സിയിൽ ജാറിൽ തന്നെ കലക്കി ഒഴിച്ച് സെറ്റ് ചെയ്തു. അങ്ങനെ കുറച്ചും കൂടി കട്ടി പോലെ തോന്നിയപ്പോൾ കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാച്ചാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ചെറിയൊരു പാത്രത്തിൽ കൂട്ടാൻ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കുറച്ചും കൂടി എനിക്ക് കട്ടി പോലെ തോന്നിയപ്പോൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു. കുറച്ച് ഉപ്പ് കുറവാ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റായി കടുകിട്ടു. പിന്നെ കുറച്ച് ഉലുവ ഇടണം, വറ്റൽമുളക്, കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ പരിപ്പ് കറി കാച്ചാൻ വേണ്ടിയിട്ട് ഇടുന്നത്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ കാച്ചി നമ്മൾ തിളച്ച് വന്ന് സെറ്റായി. അങ്ങനെ നമ്മുടെ പരിപ്പും കുമ്പളങ്ങയും മാങ്ങയും കറി ശരി. പയറുപ്പേരി ഉണ്ട്, ഇന്നലത്തെ മീൻ കറി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ മീൻ കിട്ടുകയാണെങ്കിൽ വറക്കാമെന്ന് വെച്ചിട്ട് എനിക്ക് പരിപ്പ് കറിയും മീൻ വറുത്തതും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മീൻ കിട്ടിയില്ല, ഇന്ന് നല്ല മീനൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പൊന്നേരിയല്ലേ മീൻ കറി പരിപ്പ് കറി കൂട്ടി കുഴച്ച് ഞങ്ങളും അന്വേട്ടും പിള്ളേരൊക്കെ ഉറങ്ങി. ഞങ്ങൾ അതൊക്കെ വെച്ച് കറിയൊക്കെ വെച്ചതിന് ശേഷം ഞാനും രണ്ടും സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ഞങ്ങൾ രണ്ടാളും ഉറങ്ങി. എണീച്ച് വരുമ്പോൾ സമയം എത്ര മണിയുണ്ടാവും? ഒരു 5 മണി ഉണ്ടാവും അല്ലേ? 5 മണിയൊക്കെ എണീച്ച് ഞാൻ ചോറുണ്ട്. ഓരോരുത്തർ പൊന്നു പോയി കുളിച്ചു, മേലെ അണിച്ചു, വിളക്ക് വെച്ചു. ഞാൻ കുണക്കനെ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ട് ആ നേരത്തെ നമ്മുടെ കാർത്തും എൻ്റെ അടുത്താട്ടോ. പക്ഷെ ആര് വിളിച്ചാലും അവൾ പോകണില്ല. അതിൻ്റെ ഇടയിൽ അന്വേഷണം ഷേബിയും ഒക്കെ വന്ന് കൈ നീട്ടി, കുഞ്ഞ വന്ന് കൈ നീട്ടി, പൊന്നു വന്ന് നീട്ടി. പക്ഷേ അവൾ ആരുടെ അടുത്തേക്ക് പോകണില്ല. ഇവിടെ ഇരുന്നിട്ട് എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ കുരുത്തക്കേട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കുണുക്കം പഠിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എൻഗേജ്മെൻറ്റിനുള്ള ആൾക്കാരെ വിളിക്കുന്നതിൻ്റെ ലീസ്റ്റും കാര്യങ്ങളും ഇടാം കേട്ടോ. എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം ഇട്ടു, അപ്പോഴും നമ്മൾ കുറേ ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി വീണ്ടും ആദ്യം അങ്ങനെ നമ്മൾ അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവർ മാത്രം കുറച്ച് പേര് നമ്മൾ വിളിക്കണുള്ളൂ. പിന്നെ കല്യാണത്തിന് വിളിക്കണുള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് ആൾക്കാരൊന്നും വിളിക്കുന്നില്ല. എന്താ വെച്ചാൽ ഒരു ഫംഗ്ഷൻ നടത്താമെന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതന്നെ ചെറിയ ചുരുക്കമൊക്കെ ഒരു 3-4 ലക്ഷത്തിൻ്റെ ചിലവുണ്ട് നമുക്ക്. അങ്ങനെ നമ്മുടെ കുണിക്കുമോൾ വന്ന് കിടന്ന് ഉറങ്ങിയിട്ടോ. ഞങ്ങൾ എഴുതണ നേരമുണ്ട്. പക്ഷേ പിന്നെ എൻ്റെ ഇടയിൽ അന്വേട്ടം വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു കുണിക്ക് പനിക്കുണ്ട് തോന്നുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ പനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുണിക്കുന്ന തൊട്ട് നോക്കിയപ്പോൾ പനിയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പനിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്വേട്ടനോട് മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചുണ്ടൊക്കെ ചുവന്നിക്കണം. അവൾക്ക് ആകെ പനി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണവും. ഇപ്പോൾ ഇന്നലെ 2-3 ദിവസം മുന്നേ പനീൻ്റെ ഡോക്ടറെ കാണിച്ച്. ഇന്നലെ പനിച്ചിട്ടില്ല ആനെ രാവിലെ ഒക്കെ മരുന്ന് കൊടുത്തതിൻ്റെ ശേഷം അതിനെ പനി. ഇന്നലെ രാവിലെ പനിച്ച് ഡോക്ടറെ കാണിച്ചാലും പിന്നെ അതിൻ്റെ പനി കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇന്ന് രാവിലെ നേരം നോക്കുമ്പോൾ വീണ്ടും അവൾക്ക് രാവിലെ പനി ഉണ്ടായില്ല. ഇതിപ്പോൾ രാത്രി ആയപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും പനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുണുക്കനോട് പറഞ്ഞു മരുന്ന് എടുത്തിട്ട് കുണുക്ക നമുക്ക് മരുന്ന് കൊടുക്കാൻ കേട്ടോ. എന്താ വെച്ചാൽ ഇനി രാത്രി 8 മണി 9 മണി ഇപ്പോൾ 2 പേർക്ക് മരുന്ന് കൊടുക്കുന്നതിൻ്റെ കാര്യത്തിരിക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ കുണിക്കുമ്പോഴേക്കായാലും കുണുക്കനായാലും കാർട്ടൂനായാലും വയ്യാണ്ടായി ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ. എന്താ വെച്ചാൽ പിള്ളേർക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ എളുപ്പമല്ല മരുന്ന് കൊടുക്കാനും പിടിക്കാനൊക്കെ. മരുന്ന് കൊടുക്കും, കുറേ ഛർദ്ദിക്കും. ഇപ്പോൾ കുണിക്കൊക്കെ കുറേ ഏറെ സെറ്റാണ് കേട്ടോ. മരുന്ന് കുടിക്കാൻ കുറച്ച് നേരം വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ടാൽ കുടിക്കും. ആദ്യമൊക്കെ പൊന്നിനും കുഞ്ഞിനും ഒന്നും കുടിച്ചിരുന്നില്ല. കൈയും കാലൊക്കെ 2-3 ആൾക്കാരൊക്കെ പിടിച്ചിട്ട് കാലുമ എടുത്തിട്ടൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. പക്ഷേ അത്ര ബുദ്ധിമുട്ട് കുണുക്കനും കുണിക്കുമ്പോഴില്ല. കുണിക്കൻ അങ്ങനെ ചെറുപ്പം മുതൽ അങ്ങനെ മരുന്ന് കുടിച്ചിരുന്നു. അത് കണ്ടിട്ട് ഇപ്പോൾ കുണിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷേ കുണുക്കം കുടിക്കുന്ന കണ്ടിട്ട് കുണിക്കും. പക്ഷേ എത്ര കയ്പുള്ള മരുന്നാണെങ്കിലും കുണുക്കന് കുടിക്കും. ആ കാര്യത്തിൽ സമ്മതിക്കണം. എന്താ വെച്ചാൽ എന്നോണ്ടൊന്നും പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ഒരു 4-5 തരം മരുന്നുണ്ട് കേട്ടോ. രണ്ടാൾക്കും ഒരു ഡോക്ടർ കാണിക്കണേ ഒരേ മരുന്ന് തന്നെയാണ് അവർക്ക് എഴുതിയ ഡോക്ടർ. അപ്പോൾ അവന് 2 മരുന്ന് കൊടുത്തു. ആൻറ്റിബയോട്ടിക്ക് കുണിക്ക് ഒരു ഡപ്പ, കുണുക്കന് 2 ഡപ്പ കേട്ടോ. പക്ഷേ കുണുക്കൻ്റെ ഇന്നോ നാളായിട്ട് തീരും. അപ്പോൾ പോയി മേടിക്കണം. അപ്പോൾ ഒരെണ്ണം ഞാൻ പൊട്ടിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം പൊട്ടിക്കാലോ എന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ സെയിം മരുന്നാട്ടോ. കുണുക്കന് 7 ml ആണെങ്കിൽ കുണുക്കിക്ക് 3.5 ml അങ്ങനെ വ്യത്യാസത്തിലാണ് മരുന്ന് നമ്മൾ കൊടുക്കണം കേട്ടോ. ഡോക്ടർ പറഞ്ഞിട്ടാണ്. അപ്പോൾ നെബുലേഷൻ ചെയ്യണതും ഡോക്ടർ തന്നെയാണ് കേട്ടോ. അവർക്ക് മരുന്ന് തരുന്നത് വെച്ചാൽ നമ്മൾ നെബുലേഷൻ ചെയ്യണതിൻ്റെ ആ സാധനം മേടിച്ച് വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ കുണുക്കിക്കും അലർജി പ്രശ്നങ്ങളാണ്. എപ്പോഴും ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്ത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കുപ്പി കഴിഞ്ഞു. ഇന്നലെ മേടിച്ചോണ്ട് കഴിഞ്ഞു. 2 നേരം കൊടുത്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അടുത്തത് പൊട്ടിച്ചു, അതും കൊടുത്തു. അങ്ങനെ അടുത്തത് നമ്മൾ കുണുക്കന് മരുന്ന് ഫുള്ള് കൊടുത്ത് തീർത്ത് കഴിഞ്ഞാൽ അതും കഴിഞ്ഞിട്ട് വെച്ചിട്ട് കുണുക്കനും കൊടുത്തുവിട്ടു. എന്താ വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിക്കുമ്പോഴേക്കും അവർ ഓക്കാനിക്കുക. ഫുള്ള് കഴിച്ച ഫുഡൊക്കെ ഇങ്ങോട്ട് പോരും കേട്ടോ. അങ്ങനെ 2 ആൾക്കും മരുന്ന് കൊടുക്കും. അതിൻ്റെ ഇടയിൽ അന്വേട്ട് വെള്ളം എടുത്തുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്ത് തരേണ്ടത്. അതാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് നോക്കി സംസാരിക്കുന്നത്. അന്വേട്ടനോടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ എൻഗേജ്മെൻറ്റ് ലീസ്റ്ററായിരുന്ന ആൾക്കാരാണ്. പക്ഷെ അത് മുഴുവൻ ഇട്ട് തീരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു ചെറിയ വീഡിയോ ഉള്ളൂ. എന്നാലും നമ്മളോട് പറ്റുന്ന പോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ തട്ടി കൂട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക, ക്ഷമിക്കുക. എന്താ വെച്ചാൽ മുന്നോട്ട് വയ്യാത്താലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റും. സത്യം പറഞ്ഞാൽ ഈ അന്വേട്ടം പിണങ്ങിയാനാട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തട്ടുകൂട്ടിയിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. നമ്മുടെ വീട്ടിലുള്ള ഇപ്പോൾ ഇന്നലെ ഒരു മുളക് ചാറാണെങ്കിലും അത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും. എന്താ വെച്ചാൽ ജോലിക്ക് പോകണം. അതേപോലെ ഇപ്പോൾ കുമ്പളങ്ങി വെള്ളരിക്കും
വല്ല കുമ്പളങ്ങി മാങ്ങി പലരും പല തരത്തിലാണ് വയ്ക്കുക. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ അമ്മ വെക്കണ പോലെയാണ് നിങ്ങൾക്ക് കാണിച്ചത്. അങ്ങനെ അപ്പോൾ നമ്മൾ ഇനി കുണുകുണുക്ക് നെബുലേഷൻ ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ആ മരുന്ന് പൊട്ടിച്ച് അരികെ ഒഴിക്കണം, അത് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ എന്നോട് പറഞ്ഞു, എന്തോ പറഞ്ഞിട്ടത് ഓഫാക്കിയിട്ട് പിന്നെ ഞാൻ വീണ്ടും ഓണാക്കി അത് നെബുലേഷൻ വലിക്കാൻ കുണുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഒരു 10 മിനിറ്റ് അതൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബായ്.